നമസ്കാരം. ഇനിയും നഷ്ടപ്പെടാത്തവർ എന്ന സെഷനിൽ നമുക്കൊപ്പം അനന്തപത്മനാഭനാണ്. മലയാളത്തിൻ്റെ പ്രശസ്തനായ എഴുത്തുകാരൻ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നേരെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. 33 വർഷത്തിനിടയിൽ വെറും 10 കഥകൾ ആണ് അദ്ദേഹം എഴുതിയത്. 17 കഥകൾ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു കഥാകൃത്ത് വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മൾ ഈയിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് നമ്മൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും പുസ്തക രൂപത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ 10 ഓർമ്മക്കുറിപ്പുകൾ എടുത്താൽ അതിൽ ഈ പുസ്തകം കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഏറെ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. 25 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. ഇനിയും നഷ്ടപ്പെടാത്തവർ എന്ന കഥാസമാഹാരം അന്ന് ഇറങ്ങിയ സമയത്ത് മലയാളത്തിലെ ആസ്വാദകരും അതുപോലെ നിരൂപകരുമൊക്കെ ഏറ്റവും നന്നായി അത് ഏറ്റെടുക്കുകയും വളരെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഒരു 2-3 മാസത്തിനുള്ളിൽ പുതിയ പതിപ്പുകൾ ഇറങ്ങുകയും അതിനുശേഷം പുസ്തകം പൂർണ്ണമായി വിപണിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതെന്തുകൊണ്ടോ ആ പുസ്തകം പിന്നീട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 25 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ആ പുസ്തകം വീണ്ടും എത്തുന്നതും അത് അന്ന് എങ്ങനെ വായിക്കപ്പെട്ടോ അതേപോലെ പുതിയ തലമുറ ഉൾപ്പെടെ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. 25 വർഷത്തിന് ശേഷം ഈ കഥാസമാഹാരം സ്വീകരിക്കപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം. പുതിയ തലമുറ ഏറ്റെടുത്തു, വായിക്കുന്നു, ഒരുപാട് റീൽസുകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ കഥകൾ എഴുതിയ ആൾ 25 വർഷം കഴിയുമ്പോൾ ഈ കഥകൾ എങ്ങനെയാണ്, ഇന്നായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഈ കഥകൾ വരിക, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഹലോ, ഷംസുവിൻ്റെ നല്ല വാക്കിന് നന്ദി. 25 വർഷം മുമ്പാണ് ഈ കഥകൾ വരുന്നത്. അത് 2000 കോപ്പി പെട്ടെന്ന് വിറ്റുപോയി. പക്ഷെ പിന്നീട് റീപ്രിൻറ്റിന് ഞാൻ തന്നെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ കഥകൾ പിന്നീട് വായിക്കുമ്പോൾ എനിക്ക് വളരെ ജുവനൈലായിട്ട് തോന്നിയിരുന്നു. ഒരു കുട്ടിക്കഥകൾ, കാരണം അതിൽ 7 കഥകളും എഴുതുന്നത് ഒരു 22-23 വയസ്സിനകത്താണ്. ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും അഭിലഷണീയമായ ആനുകാലികങ്ങളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും കലാകൗമുദിയിലുമാണ് ഈ കഥകൾ വന്നിരുന്നത്. എല്ലാം, ഒരു കഥ പോലും വേറെ എവിടെയും വന്നിട്ടില്ല. ഒരു കഥയോ മറ്റോ കഥാമാസികയിൽ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം കലാകൗമുദിയിലും മാതൃഭൂമിയിലുമാണ്. അതിൻ്റെ എഡിറ്റർമാർ ശ്രീ MT വാസുദേവൻ നായരും ജയചന്ദ്രൻ നായരുമായിരുന്നു. അവർ തീരെ മോശം ഒരു കഥയെ അവരൊരിക്കലും തിരഞ്ഞെടുക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ പിന്നീട് വായിക്കുമ്പം ഇത് കുട്ടിക്കഥകളല്ലേ എന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണത് റീപ്രിൻ്റ് ചെയ്യാൻ മെനക്കെടാതിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇത് റീപ്രിൻ്റ് ചെയ്യണമെന്ന് പറയുന്നത് എഴുത്തുകാരനും മനോരമ പത്രപ്രവർത്തകനുമായ മലയാള മനോരമയുടെ TB ലാലും പിന്നീട് ഇന്ദു മേനോനും ഒരിക്കൽ കണ്ടപ്പോൾ പറയുകയുണ്ടായി അത് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അതും മറ്റ് പലരുടെയും പ്രേരണയാലുമാണ് ഈ പുസ്തകം വീണ്ടും ഇറങ്ങുന്നത്. പക്ഷേ അത് ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോയി. അടുത്ത 3ാമത്തെ പ്രിൻ്റിലേക്ക് കടന്നു. ആ 3ാമത്തെ പ്രിൻ്റിൻ്റെ പ്രകാശനം കഴിഞ്ഞ മാസം ബഹ്റൈനിൽ വെച്ച് നിർവഹിക്കപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കഥകൾ ഒബ്സലീറ്റ് ആയിട്ടില്ല, ഈ കാലഹരണപ്പെട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലായി. ഇതിൽ പറയുന്ന പല കഥകളും എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും വന്നതാണ്. ഒരുപക്ഷെ 9 കഥകളും, ഇതിൽ 10-ൽ 9 കഥകളും പാർശ്വമായോ പ്രത്യക്ഷമായോ എൻ്റെ അനുഭവങ്ങൾ കൂടി ചേർന്നതാണ്. ചിലതൊക്കെ 100% അനുഭവം എന്ന് പറയാം. ഇപ്പോഴും അതിനെപ്പറ്റി നല്ല അഭിപ്രായം വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരവും, എനിക്കൊന്ന് കഥ എന്ന് പറയുന്ന ഇത് എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യൻ സ്വീകരിക്കും എന്നുള്ളത് കൊണ്ടുമാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും കഥകളാണ്, അതിൻ്റെ അകത്ത് വേറെ അഭ്യാസങ്ങൾ അധികം ഇല്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. ഒരു പ്രത്യേക കാലത്തേക്ക് തിളയ്ക്കപ്പെട്ട കഥകളല്ല എന്ന് മനസ്സിലാവുന്നു. വലിയ കുഴപ്പമില്ല എന്നാണ് ഷംസു ഇന്ന് രാവിലെയും പറഞ്ഞത്. ഈ പുസ്തകം, ഇതിലെ കഥകളൊക്കെ ആദ്യമായി കേൾക്കുന്നത് അടുത്ത സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനും നടനും ഒക്കെയായ ഭരത് ഗോപിയുടെ മകൻ കൂടിയായ മുരളി ഗോപിയാണ്.
അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കവർ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പതിപ്പിൻ്റെയും കവർ അദ്ദേഹമാണ് ചെയ്തത്, ഇപ്പോഴും അദ്ദേഹമാണ് അതെ ചെയ്തത്. അതെ അതെ. ഇപ്പോൾ അദ്ദേഹം അപ്പുറത്തുണ്ട്, തൊട്ടപ്പുറത്തൊരു സെഷനിലുണ്ട്. മാത്രമല്ല പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ കഥകൾ ആദ്യം വായിക്കാൻ ഭരത് ഗോപിക്ക് കൊടുത്ത ഒരു സംഗതി ഒരിക്കലും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. എന്നിട്ട് നിങ്ങളെ ശ്വാസം പിടിച്ചിരുന്നതും ആ കഥയുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിരുന്നതൊക്കെ അതൊന്ന് ആ ഓർമ്മ ഒന്ന് പറയാമോ? ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇതിലെ ആദ്യത്തെ കഥകൾ, 2-3 കഥകൾ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ വായനക്കാരൻ ആദ്യത്തെ ഈ നവജാത ശിശുവിനെ ഏറ്റുവാങ്ങുകയും അത് ആരോഗ്യം ഉള്ളതാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുകയും ചെയ്തത് മുരളി ഗോപിയാണ്. ഞങ്ങൾ ഒരുമിച്ച് 4 വയസ്സ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ ഗോപിയങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരുന്നവരാണ്. അങ്ങനെ ഗോപിയങ്ങളിനെ ഇത് ഏൽപ്പിക്കുന്നു. അദ്ദേഹം വന്ന് ഈ പറഞ്ഞ പോലെ പക്ഷാഘാതം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അദ്ദേഹം ആ പേപ്പറുകൾ അന്ന് പേപ്പറിൽ എഴുതിയാണ് കൊടുക്കുന്നത്. അദ്ദേഹം ആ പേപ്പറുകളും പിടിച്ച് അകത്തേക്ക് നടന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞാൻ അകത്ത് പോയിരുന്നു വായിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെലിവറി എടുക്കാൻ ഡെലിവറി കാത്തിരിക്കുന്ന ഒരു പിതാക്കന്മാരുടെ മനസ്സോടുകൂടി ഞങ്ങൾ ആ മുറിയുടെ പുറത്തിരിക്കുകയും അദ്ദേഹം വായിച്ചിട്ട് നടന്നു വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം ഒന്ന് സൈലൻസിന് ശേഷം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു വലിയ ആത്മവിശ്വാസമായിരുന്നു, കാരണം അദ്ദേഹം പറയുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ മുരളി പറയുകയും ചെയ്തു അത് അച്ഛനിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷിങ്ങിന് വേണ്ടി അയച്ചതല്ല, എം ടിക്ക് അയക്കുകയായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്കൊരു ഹൃദയബന്ധം നേരത്തെ അച്ഛൻ വഴി ഉണ്ടായിരുന്നു. അത് മാതൃഭൂമിയിൽ പബ്ലിഷ് ചെയ്യണമെന്നോ പിന്നെ അങ്ങനെ യാതൊരു ഇതുമില്ല, അങ്ങനെ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. സിത്താര കൊട്ടാരൻ റോഡ് നടക്കാവ് എന്നുള്ള പേരിൽ ഈ കഥയൊന്ന് വായിച്ചു നോക്കൂ എന്ന് മാത്രമേ അതിനകത്ത് എഴുതിയിരുന്നുള്ളൂ. കുറേ കാലം ഒരു മറുപടി ഉണ്ടായില്ല. പിന്നീട് വരുന്നത് മാതൃഭൂമിയിൽ നിന്നൊരു കാർഡാണ് വരുന്നത്, നിങ്ങളുടെ കഥ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ എടുത്തു വച്ചിരിക്കുന്നു എന്ന്. അപ്പം അടുത്ത തവണ അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് നന്ദി പറയണമെന്നൊക്കെ ഉണ്ട്. അദ്ദേഹം അറിഞ്ഞ ഭാവമില്ല. ഞാനും പിന്നെ ഉപചാരത്തിനൊന്നും പറയാൻ പോയില്ല. മറ്റു കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ മറ്റ് വീട്ടിൻ്റെ അമ്മ എങ്ങനെ ഇരിക്കുന്നു, സിസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ ഒരിക്കലും അതിന് നന്ദി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും അതൊക്കെ ആണ് കൂടുതൽ താല്പര്യമെന്ന് തോന്നുന്നു. പക്ഷേ അതിന് മുമ്പ് ആ മാതൃഭൂമിയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ആദ്യ കഥ ജയചന്ദ്രൻ നായർ സാറ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് ശേഷം എഴുതിയ കഥയാണ്, ഈ കഥയ്ക്ക് ശേഷമാണ് ആ കഥ എഴുതിയത്. ഇത് പബ്ലിഷ് ചെയ്തതിന് 1 മാസം മുമ്പ് കലാകൗമുദിയിൽ കഥ വന്നു. അതായിരുന്നു ആദ്യത്തെ കഥ, ഇരുൾമേഘങ്ങൾക്കും സൂര്യരശ്മികൾക്കും മധ്യേ. അതും ഈ പറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ ചിത്രം തന്നെയായിരുന്നു. ഈ കഥകളിലൊക്കെ ഇതിൽ 10 കഥകൾക്ക് പിന്നിലും അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് കണ്ട ജീവിതങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു കഥയാണ് ഒരു പിടി വാടാമലരുകൾ. എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ച മലയാളത്തിലെ ഏറ്റവും ഒരു നല്ല 10 പ്രണയകഥകൾ എടുത്താൽ അതിലൊന്ന് ഈ കഥ വരും. ഞാനിപ്പോഴും ഒരു അഡോളസൻസിൻ്റെ കഥയായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങളെപ്പോലുള്ള ഗൗരവമുള്ള വായനക്കാർ അത് നല്ല പ്രണയ കഥയാണെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഒരു 19 വയസ്സിൽ എഴുതിയ കഥയാണത്. മാത്രമല്ല ലോല മിൽഫോർഡ്, ലോല എന്നുള്ള കഥ പത്മരാജൻ സാർ എഴുതിയ, കമ്പയർ ചെയ്യാൻ പാടില്ല, ഇത് രണ്ടും ഏറ്റവും നല്ല കഥയാണ്. ചിലപ്പോൾ 19 വയസ്സിൽ എഴുതിയതാണത്. അതെ. അപ്പോൾ ആ കഥയും ഈ കഥയും തമ്മിൽ ചേർത്ത് വായിക്കുന്ന ഒരുപാട് ആരാധകരെ വായനക്കാരെ പറയുമ്പോൾ ഒരു വലിയ അതിശയമാണ് ഇതിന്. ആ കഥ എഴുതിയതിൻ്റെ ഒരു കാരണം പറയുക, ഒരു അനുഭവം ഉണ്ട് എന്ന് എവിടെയോ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു അടുത്ത പരിചയക്കാരൻ, അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മരിച്ചു പോയിരുന്നു. ഈ പറയുന്ന മരണത്തിൻ്റെ തലേന്ന്, അതൊരു കാമുകിയാണോ എന്നൊന്നും എനിക്കറിയില്ല, അവരുടെ ബന്ധത്തിൻ്റെ ആഴം എനിക്കറിയില്ല. തലേ ദിവസം ഈ ആശുപത്രി കിടക്കയിൽ കണ്ടു വന്ന അവനിലുണ്ടായ ഒരു വാക്വമാണ്, അവനിൽ കണ്ട ഒരു ശൂന്യതയാണ് ആ കഥ എഴുതാൻ പ്രേരണയായത്. അത് തന്നെയായിരുന്നു എൻ്റെ പ്രേരണ. നേരത്തെ പറഞ്ഞ ഈ ആദ്യത്തെ കഥയുടെ അനുഭവം, ഒരു ബസ് ഡ്രൈവറിൻ്റെ കഥ, അത് പാലക്കാട് ചിറ്റൂർ റൂട്ടിൽ ഞാൻ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവറിൻ്റെ കഥയാണ്. ഞാനത് മനഃപൂർവ്വമാണ് ആ പ്രവിശ്യ തിരഞ്ഞെടുത്തത്, ആ ഒരു പ്രദേശം തിരഞ്ഞെടുത്തത്. എൻ്റെ അമ്മയുടെ നാടാണ്, എൻ്റെ ജന്മനാടാണ് പാലക്കാട് ചിറ്റൂർ, കിഴക്കൻ പാലക്കാട്. മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു പ്രദേശം എൻ്റെ കഥകളുടെ ഭൂമികയായത്. കാരണം അച്ഛനിൽ നിന്ന് മാറി അച്ഛൻ ഈ ഓണാട്ടുകരയുടെ കഥകൾ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരടയാളവും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും അനന്തപത്മനാഭൻ എന്ന് മാത്രമേ വയ്ക്കുള്ളൂ, പി എന്ന് വയ്ക്കാറില്ല. വേറൊന്നുമല്ല, അങ്ങനെ ഒരു സത്വം ഉണ്ടെങ്കിൽ ഉണ്ടായാൽ മതി, വെറുതെ പുള്ളിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടാണ് പി. അതുകൊണ്ട് എൻ്റെ കഥകൾ നോക്കിയാൽ മതി, വെറും അനന്തപത്മനാഭനാണ്.
എൻ്റെ കഥകൾക്കും അങ്ങനെ ഒരു വ്യതിരിക്തത അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവണമെന്നൊരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് അച്ഛൻ പറയാത്ത ഒരു സ്ലാങ്ങിൽ ഞാൻ ആദ്യത്തെ അത് കറക്റ്റ് കിഴക്കൻ പാലക്കാടൻ സ്ലാങ് ആദ്യത്തെ കഥകളിലൊക്കെ കാണാം. അതിന് പ്രചോദനമായത് അച്ഛൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന, അച്ഛൻ്റെ പടങ്ങളിലെ അഭിനേതാവായിരുന്ന ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. പൂജപ്പ രാധാകൃഷ്ണൻ വീട് വെച്ചുകൊണ്ടിരുന്നതിൻ്റെ സമയത്ത് തൊട്ടപ്പുറത്ത് അയൽവാസിയായ ഒരാൾ ഒരു മതിൽ കെട്ടി. അപ്പോൾ ഇദ്ദേഹം ഒരു മതിൽ കെട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വെളിച്ചം കുറയുന്നു എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. ഈ ഇഷ്യൂ മാത്രമല്ല, ബാക്ക് ഓഫ് ദി മൈൻഡിൽ അതേ സമയത്ത് തന്നെ അത് വളരെ സൂക്ഷ്മമായി വായിച്ചാൽ ഒരുപക്ഷെ ചിലർക്കത് തിരിച്ചറിയാം, ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നടന്ന ബാബറി മസ്ജിദ് ഡിമോളിഷൻ അതിനൊരു കാരണമായിരുന്നു. അത് ചിലർ വളരെ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്തൊരു മുസ്ലിം ക്യാരക്ടർ അയൽവാസിയായതും അയാൾ അവസാനം ആശ്വാസമാക്കിയത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ്. ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു മനുഷ്യത്വത്തെ പറ്റി മനുഷ്യൻ ബോധവാനാകണം എന്നുള്ള അന്നത്തെ വളരെ ചെറിയ പ്രായത്തിൽ 19-20 വയസ്സിൽ എഴുതുന്ന കഥയാണ്. അതിൻ്റേതായ ഒരു സൂപ്പർഫിഷ്യാലിറ്റി ഉണ്ട്, എങ്കിലും അത് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ധ്വനി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ചിലരത് വായിച്ചെടുത്തു ആ കഥയിൽ. മിക്കവാറും എല്ലാ കഥകളും ഇതുപോലുള്ള പ്രത്യക്ഷമോ പാർശ്വമോ ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് വന്നതാണ്. ഈ പ്രണയകഥ അത് കൂടെ പറയാമോ? പ്രണയകഥ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പരിചയത്തിൽപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൽ പറ്റിയ ഒരു ദുരന്തം അതിൻ്റെ ഒരു നേർസാക്ഷി ആയതിൽ നിന്ന് ഉണ്ടായതാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് പിന്നെ നമുക്കുമൊക്കെ അങ്ങനെ ചില തരളിതനാകുന്നൊരു പ്രായമാണല്ലോ. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് എഴുതി എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നേരിട്ടൊരു പ്രണയമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഒരു കഥയാണ് തിമ്മയ്യ എന്ന കഥ. ഒരു പട്ടിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ഒരു യൂണിവേഴ്സലായ സബ്ജക്റ്റ്, ലോകത്തിൻ്റെ എവിടെ ഭാഗത്തു നിന്നും നമുക്ക് ആ കഥ വായിക്കാനും കേൾക്കാനും പറ്റുന്ന തരത്തിലാണ്. ഒരു പട്ടി ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന ഒരു ആ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്നതും മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധം, സ്നേഹം എന്ന് പറയുന്ന വികാരത്തിന് ഇത്രയും ശക്തമായി അവതരിപ്പിച്ചൊരു കഥ, അത്രയും ശക്തമായിട്ടാണ് ആ കഥയിൽ അവതരിപ്പിക്കുന്നത്. ആ കഥയുടെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? തിമ്മയ്യ ഇപ്പോഴും ശംസുദ്ദീൻ പറയുമ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം ഞാൻ ഒരു കുട്ടിക്കഥയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇന്നസെൻസ് ഉണ്ട് അതിൻ്റെ എഴുത്തിൽ. 21 വയസ്സിൽ എഴുതിയ കഥയാണ്. ശരിക്കും ഒരു വളർത്തുനായുടെ കണ്ണീരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു പട്ടിക്കുട്ടി, പപ്പി എന്നായിരുന്നു എൻ്റെ പേര്. അത് വീട്ടിൽ നിർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതിനെ ഞങ്ങൾ പാലക്കാട്ടേക്കും മുതുകുളത്തേക്കൊക്കെ യാത്ര പോകുമ്പോൾ ഇതിനെ നോക്കാൻ ആളില്ല. ഇന്നത്തെ പോലുള്ള ഈ പെറ്റ് വെറ്റിനറി ഏരിയാസ് ഒന്നും ഇല്ല, അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളില്ല. അപ്പോൾ അതേ സമയത്ത് അച്ഛൻ്റെ ആകാശവാണിയിൽ സഹപ്രവർത്തകയായിരുന്ന രാജകുമാരി വേണു എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ഇങ്ങനൊരു പട്ടിയെ ആവശ്യമുണ്ടെന്ന് പറയും. ആ പപ്പിയെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളൊക്കെ കരഞ്ഞിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം അമ്മയും അച്ഛനും കൂടെ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഈ പപ്പി ഓടി വന്ന് ഇവരുടെ മടിയിൽ കയറിയിരിക്കുകയും അതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്തു എന്ന് അമ്മ പറഞ്ഞപ്പോൾ അതുണ്ടാക്കിയ ഒരു ചലനമാണ് വർഷങ്ങൾക്ക് ശേഷം തിമ്മയ്യായിട്ട് മാറിയത്. പിന്നെ അതിലെ ഞാൻ ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ പോലെ തുടക്കത്തിൻ്റെ പിന്നെ എന്താ പറയേണ്ട ഒരു അമിതാവേശം ഇതിലുണ്ട്. വാക്കുകൾ കൊണ്ട് നന്ദനം തീർക്കുവാനുള്ള ഒരു അമിതാവേശം ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പം എനിക്കിതൊക്കെ കുറച്ച് കൂടുതൽ എന്താ പറയുക, ഇപ്പോൾ പറയുന്ന പോലെ കുറച്ച് കൂടുതൽ വാചാടോപതയായോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാൽപ്പനികത കൂടിപ്പോയോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ എഴുതില്ല. അതിന് പ്രധാന കാരണം ആ കാലത്ത് പി കുഞ്ഞിരാമൻ നായരെ വായിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് അതിൻ്റെ അകത്ത് ആ വലിയൊരു വാചകമൊക്കെ ഉണ്ടല്ലോ, ഉങ്ങുമരങ്ങൾ ഒഴിഞ്ഞുമ്മ വെച്ച് പമ്പവാദ്യമൂതി വരുന്ന അങ്ങനെ പോകുന്ന തിരുവാതിരക്കാറ്റ് നഷ്ടമായി, നീടജമണിമാല നഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെ എഴുതുമെന്ന് അറിഞ്ഞുകൂടാ. വളരെ പൊയറ്റിക് ആക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. സമയസരത്തിലെ ഒരൊറ്റ അലയിൽ മാത്രം ഒഴുകിയകലുന്ന, ഒരൊറ്റ അലയായി മാത്രം ഒഴുകിയകലുന്ന നീടജമണിമാല നഷ്ടമായി എന്നൊക്കെ പറയുന്ന കവിത കലർന്നൊരു ഭാഷയാണ്. ഇന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ ഭാഷയിൽ എഴുതില്ല. ഞാൻ അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യും. ഒരുപക്ഷെ അത് നല്ലതാണ്, അങ്ങനെയൊക്കെ ആ പ്രായത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അത് ആ ഒരു പ്രായത്തിൻ്റെ ഇതും കൂടിയാണെന്ന് തോന്നുന്നു. അതുപോലെ ഔദ്യോഗിക ജോലി എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാറിലെ കണ്ടന്റ് മാനേജറാണ്. അപ്പം ഒരുപാട് കഥകൾ കേൾക്കുകയും കഥകൾ ചർച്ച ചെയ്യുകയും ഈ വെബ് സീരീസ് അതുപോലെ ഒരു ലോകത്താണ്. ഈ പുതിയ കാലത്ത് കഥകൾ എങ്ങനെയാണ് പുതിയ തലമുറ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഹോട്ട്സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ സീരീസിൻ്റെ ആണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ കച്ചവട വശം മാത്രമാണ് നോക്കുന്നത്. അഥവാ അതിൻ്റെ ഒരു
കലാപരമായ വശം നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഈ ചേരുവ ഒക്കില്ല. രണ്ടും കൂടി ചേർന്ന് പോകണമല്ലോ. ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും വേണം, എന്നാൽ ഇത് ബിസിനസ് ആകുകയും വേണം. അപ്പോൾ അതിൻ്റെ വിൽപ്പന സാധ്യതയാണ് കൂടുതലും നോക്കുന്നത്. ഒരുപക്ഷേ നമുക്കൊരു 10 വർഷം മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന ആളുകളുടെ കഥകൾ ഇപ്പോൾ നമുക്ക് വായിക്കുമ്പം അതിപ്പോഴത്തെ അപ്ഡേറ്റഡ് അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിനോടുള്ളൊരു കീപ്പിംഗ് അബ്രസ്റ്റ് വിത്ത് ദ ടൈംസ് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പുതിയ സീരീസുകൾ കാണുക, പുതിയ തരം കഥകൾ അല്ലെങ്കിൽ തിരക്കഥകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ കഥ കേൾക്കുന്ന ഏക വ്യക്തി ഞാനാണ്. ഇവിടെ ആദ്യം കേൾക്കുന്നത്, ബാക്കിയെല്ലാം ബിസിനസ്സുകാരാണ് തൽക്കാലം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഹോട്ട്സ്റ്റാർ കണ്ടൻറ് ടീം, കോർ ടീമുണ്ട്. അവർ മലയാളികളല്ല, അതിൽ തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാം വരും. അവരാണ് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇവിടുന്ന് ഒരു ഫസ്റ്റ് വിൻഡോ എന്നൊക്കെ പറയാവുന്ന ഒരാൾ ഇപ്പോൾ തൽക്കാലം ഞാനാണ്. അതിൻ്റേതായ പ്രഷേഴ്സും അതിൻ്റേതായ പ്രിവിലേജസും ഉണ്ട്. 2 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് തിരക്കഥകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. എന്തുകൊണ്ടായിരിക്കും എഴുത്തിൽ പൊതുവെ കഥയിൽ കാണിക്കുന്ന ആ ഒരു പിശുക്ക് അല്ലെങ്കിൽ ആ ഒരു മിതത്വം തിരക്കഥ രചനയിലും കാണിക്കാൻ കാര്യം എന്തായിരിക്കും? അല്ല, ഞാനൊരു വളരെ റിലക്റ്റൻറ്റ് റൈറ്ററാണ്. അതിന് ഈ 2 തിരക്കഥകളും പ്രഷറിൻ്റെ പുറത്ത് എഴുതിയതാണ്, മറ്റുള്ളവർ നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണ്. ആദ്യത്തേത് ഒരാളൊരു ഷോർട്ട് ഫിലിം ആക്കാൻ വേണ്ടി എൻ്റെ ഇതിൽപ്പെടാത്തൊരു കഥ, വേനലിൻ്റെ കളനീക്കങ്ങൾ എന്ന് പറഞ്ഞ് മനോരമ വാർഷിക പതിപ്പിൽ, മലയാള മനോരമ വാർഷിക പതിപ്പിൽ വന്ന ഒരു കഥയാണ്. അത് എൻ്റെ സുഹൃത്ത് KB വേണു ഷോർട്ട് ഫിലിം ആക്കാൻ ചോദിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് ഡെവലപ്പ് ചെയ്തതൊരു സിനിമയായി മാറി. ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല അത് സിനിമയാവണം. രണ്ടാമത്തേത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഫാസിൽ ഒരു തിരക്കഥ എഴുതി തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയും അദ്ദേഹം വന്ന് എഴുതിപ്പിക്കുകയും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോവുകയും ചെയ്തതാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് അർബൻ സ്റ്റോറീസ് ആയിരുന്നു താല്പര്യം, അതൊരു റസ്റ്റിക് സ്റ്റോറി ആയിരുന്നു. അത് വർഷങ്ങൾക്ക് ശേഷം മുരളി ഗോപിയാണ് അതിന് രണ്ടാമത് സിനിമയാകാൻ കാരണമായത്. അപ്പോഴേക്കും ആ കഥയുടെ രൂപരോട് മാറി. അതിലെ കുട്ടി കഥാപാത്രം കുറച്ചുകൂടി ഗ്രോണപ്പായി, ആസിഫ് അലി ചെയ്ത കഥാപാത്രമായി കുറേ മാറ്റങ്ങൾ വന്നു. അത് സിനിമയിൽ ഇതുള്ളതാണ്, നമ്മളൊക്കെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സിനിമ വേറെ ഒരുപാട് അഭിരുചികളുടെ ഒരു കൊള്ളക്കൊടുക്കുകയാണ്. അത് ഒരാളുടെ മാത്രം ഇതല്ല. ഒരുപക്ഷെ ഞാൻ അതിൻ്റെ ആദ്യത്തെ വേർഷനായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഇഷ്ടപ്പെടുക, പക്ഷേ അത് സിനിമയാവാൻ സാധ്യത കുറവുമായിരുന്നു. ഈ 2 സിനിമകളും ചീത്തപ്പേരൊന്നും ഇല്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അത് ഒരു നല്ല അനുഭവങ്ങളല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന എത്രയോ ഓഫറുകൾ വേണ്ടാന്ന് വെച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊരു സിനിമ എഴുതാൻ പോയാൽ എൻ്റെ പണി പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അത്രയ്ക്ക് ചുമതലയുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ടാണ്. അതുപോലെ അച്ഛൻ്റെ കഥകളിൽ, സിനിമകളിലൊക്കെ ഏറ്റവും സ്വാധീനിച്ച രചനകൾ പറയാൻ പറ്റും. കഥയോ, നോവൽ, അതുപോലെ സിനിമ. ഏറ്റവും കൂടുതൽ എഴുത്തുകാരെന്നുള്ള നിലയിലും ഒരു വായനക്കാരെന്നുള്ള നിലയിലും ഒരുപാട് സ്വാധീനിച്ച രചനകൾ അതായിരിക്കും. അച്ഛന് ഈ ഒരു തരം അല്ലെങ്കിൽ ഒരേ കമ്പാർട്ട്മെൻറ്റിൽ പെടുത്താവുന്ന കഥകളല്ല, എല്ലാ ജോണേഴ്സിലും ഉള്ള കഥകൾ എഴുതിയിരുന്നു. മെറ്റാഫിസിക്കലുണ്ട്, സറ്റേറിക്കലുണ്ട്, റിയലിസ്റ്റിക് ഉണ്ട്, സറിയലിസ്റ്റിക് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിൽ പെടുന്ന കഥകളും എഴുതിയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ അകത്ത് രതിയുണ്ട്, പ്രണയമുണ്ട്, ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്, ലെസ്ബിയനിസം ഉണ്ട്. ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഈ ലെസ്ബിയനിസം ഒരു പുരുഷൻ എങ്ങനെ എഴുതാൻ പറ്റും? തീർച്ചയായിട്ടും VT നന്ദകുമാറിൻ്റെ 2 പെൺകുട്ടികൾ എന്ന് പറയുന്ന നോവൽ ഞാൻ ഓർക്കുന്നു. പക്ഷേ അതിനു മുമ്പ് അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് ചന്ദനമരങ്ങൾക്കൊക്കെ എത്രയോ വർഷം, 60കളിൽ ആദ്യത്തെ കഥ വന്നിട്ടുണ്ട്. അവർ അപ്പോഴും, പിന്നെ നമ്മൾ നഗ്നകൾ, ഇത് 60കളിലാണ് വരുന്നത്. വളരെ തുറന്ന ബോൾഡായിട്ടുള്ള ആവിഷ്കാരങ്ങളായിരുന്നു. നമ്മൾ നഗരങ്ങളിലൊക്കെ ഒരു സ്ത്രീയും തമ്മിലുള്ള പ്രണയത്തെ എങ്ങനെയാണ് ഒരു പുരുഷന് സങ്കല്പിക്കാൻ പറ്റുന്നതിനെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വളരെ ഇമ്പോസിബിളായിട്ട് തോന്നിയിട്ടുള്ള ചില കഥകളുണ്ട്. ഈ മെറ്റാഫിസിക്കൽ എന്നൊക്കെ പറയുന്ന ജീവിതചര്യ, ഒരു ഗോപാലൻ നായർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അയാൾ മുണ്ടുടുക്കാൻ മറന്നു പോകുന്നതും, ഒരു നഗ്നനെ എങ്ങനെ സൊസൈറ്റി എങ്ങനെയാണ് അയാളെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള അതിഗംഭീരമായിട്ടുള്ള വീക്ഷണങ്ങളുള്ള ഒരു കഥയാണ്. എനിക്ക് അച്ഛൻ്റെ ഇന്നലെ മിനിഞ്ഞാന്നോ ആരോ ഒരാൾ ഇത് ചോദിച്ചിരുന്നു. എനിക്ക് അച്ഛൻ്റെ ഇതൊക്കെയാണെങ്കിലും പല കഥകളും ഇഷ്ടമാണ്, വളരെ ഇഷ്ടമുള്ള കഥകളുണ്ട്, മറ്റുള്ളവരുടെ വേനലൊക്കെ ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് അച്ഛൻ അവസാനം എഴുതിയ ചെറുകഥ 89ലോ 90ലോ ആണ് വന്നത്, ഓർമ്മ. അതാണ് ബ്ലസ്സി തന്മാത്ര എന്ന സിനിമയാക്കിയത്. അതൊരു ഗംഭീര കഥ തന്നെയാണ്, ഒന്നാന്തരം കഥയാണ്. അതായിരുന്നു അവസാനത്തെ ചെറുകഥ. അവസാനത്തെ നോവലാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ, പ്രതിമയും രാജകുമാരിയും.
അതൊരു വലിയ, അത് 90-ലാണ് എഴുതുന്നത്. 91 ജനുവരിയിൽ അച്ഛൻ മരിക്കുന്നു. അതാണ് ആദ്യത്തെ കഥ ഹിറ്റാവുക, ആദ്യത്തെ നോവൽ ഹിറ്റാവുക. ആദ്യത്തെ കഥ ഈ പറയുന്ന ലോല, ആദ്യത്തെ നോവൽ നക്ഷത്രങ്ങളെ കാവൽ, അതിപ്പോഴും ബെസ്റ്റ് സെല്ലറാണ്. ഇപ്പം 2 വർഷം മുമ്പ് DC അത് അടിച്ചു തുടങ്ങി, 5-ാം പതിപ്പിലേക്ക് അത് കടന്നു കഴിഞ്ഞു. ഇപ്പോഴും ഈ അച്ഛൻ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വന്ന കഥയാണ്, 71-ലോ മറ്റോ വന്നതാണ്. ആ കഥ ഇപ്പോഴും ആളുകൾ ആസ്വദിക്കുന്നു. അവസാനത്തെ നോവൽ പ്രതിമയും രാജകുമാരിയും ബെസ്റ്റ് സെല്ലറാണ്. അവസാനത്തെ കഥ ഓർമ്മ ഇപ്പോഴും പലരും കോട്ട് ചെയ്യുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്, ഒരാളുടെ സുഹൃതമാണ് അങ്ങനെ ഒരു ഹംസഗീതം കിട്ടുക, അങ്ങനെ ഹംസഗാനം വിധി ഒരുക്കി കൊടുക്കുക. ഈ അവസാനത്തെ നോവലും അവസാനത്തെ കഥയും ആളുകൾ ഇപ്പോഴും ഓർത്ത് വായിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് പേർക്ക്, വളരെ ആർട്ടിസ്റ്റുകൾക്ക് വളരെ കുറച്ച് പേർക്ക്, ഇപ്പോൾ സലീൽ ചൗധരി അങ്ങനെ പലരുടെയും കാര്യം പറയുമല്ലോ, മദൻ മോഹൻ എന്നൊക്കെ പറയുന്ന പോലെ റൈറ്റേഴ്സിലും പലരും ഉണ്ട്. ഓൾഡ് മാൻ ദ സീ എഴുതിയ ഹെമിംഗ്വേ പെട്ടെന്ന് ഓർക്കുന്നു. അത് അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി സിദ്ധിച്ച ഒരാളാണ് അച്ഛൻ എന്നത് ഞാൻ നിയതിയോട് നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി ഓഡിയൻസിന് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. സർ നമസ്കാരം, ഞാൻ ദക്ഷിണ, ഞാൻ 7th-ലാണ് പഠിക്കുന്നത്. അറിയാം. അപ്പോൾ സർ, സാറിൻ്റെ ഫസ്റ്റത്തെ കഥ 19-ാമത്തെ വയസ്സിലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കഥ എഴുതിയ സാഹചര്യം എങ്ങനെയായിരുന്നു? ആദ്യത്തെ കഥയാണ് ഞാൻ പറഞ്ഞു, MTക്ക് വായിക്കാൻ അയച്ചു കൊടുത്ത കഥ. അതൊരു ഗ്രാമത്തിൻ്റെ, ചിറ്റൂർ ഗ്രാമത്തിൻ്റെ കഥയായിരുന്നു. ഞാനത് തിരഞ്ഞെടുക്കാൻ ഒന്ന് എൻ്റെ രക്തത്തിൽ അലിഞ്ഞ ആദ്യം ഈ വീട്ടി തിരിപ്പാട് കണ്ണീരിങ്ങി രാവിലെ എഴുതിയ പോലെ ആദ്യം കണ്ട മണ്ണ്, ആദ്യം കണ്ട ആകാശം, ആദ്യം ശ്വസിച്ച വായു, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറഞ്ഞ പോലെ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു മണ്ണാണ് കിഴക്കൻ പാലക്കാട്. M. സുകുമാരന് ശേഷം അവിടുന്ന് അങ്ങനെ കാമ്പുറ്റ രചനകൾ അല്ലെങ്കിൽ ജനങ്ങൾ ഓർക്കുന്ന രചനകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നി. അവിടുത്തെ കൾച്ചർ, കടുത്ത ദ്രാവിഡം ചുവയ്ക്കുന്ന എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ഭാഷ അതൊരിക്കലും വള്ളുവനാടിൻ്റെ ചാരുതയൊന്നുമില്ല, ഒരു കടുത്ത തമിഴ് ചുവയുള്ള ഒരു പ്രത്യേക ഭാഷയാണ് വിജയൻ്റെ നോവലുകളിൽ കാണുന്ന. എന്നാൽ വിജയൻ പറയുന്ന ഒരു ജനവിഭാഗം അല്ലാത്ത ഗ്രൂപ്പിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നി, അവരുടെ ആചാരങ്ങൾ. അങ്ങനെയാണ് ഈ തൊട്ടാവാടി ചരിതം എന്ന് പറയുന്ന ആദ്യത്തെ കഥയിലേക്ക് പോയത്. ആ കഥ ബാലഭക്തിയിലാണ് വന്നത്, മാതൃഭൂമിയിൽ. പക്ഷേ അതിൽ ഒരു വരി പോലും MT പറഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കാം, അതൊരു വലിയ കഥയായിരുന്നു. 3 പേജ് നിറച്ച് ബാലഭക്തിയിൽ മറ്റൊരു വിഭവങ്ങളും ഇല്ലാതെയാണത് പബ്ലിഷ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അതിന് മുമ്പ് തന്നെ മറ്റൊരു കഥ വന്നിരുന്നു. മറ്റേ കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പൂജപ്പ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരു കാര്യമായിരുന്നു അതിൻ്റെ ഒരു നിമിത്തം, അതിൻ്റെ ഒരു കാരണം. മറ്റൊരു ആക്സിഡൻറ്റും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരിക്കൽ ഇതുപോലെ ഞാനും അമ്മയും എൻ്റെ സിസ്റ്ററും അച്ഛനും ഉണ്ടായിരുന്നു. ചിറ്റൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി പൊൽപ്പുള്ളിയിലോ എവിടെയോ വെച്ചിട്ട്, തന്നി പാലക്കാടൻ ഗ്രാമങ്ങളാണ്, ഈ വയലുകളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടി ഓടി വന്ന് ഞങ്ങളുടെ ഫിയറ്റ് കാറിൻ്റെ മുമ്പിൽ ചാടി വീണു. അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് വണ്ടി ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ്. എണീക്കുമ്പോൾ ദേഹം മുഴുവൻ രക്തമാണ്, ചെറിയ കുട്ടിയാണ്, പേടിച്ചു പോയി. ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ജനം കൂടി ഭയങ്കരമായിട്ട് ഈ ഡ്രൈവറിനെ തല്ലാനൊക്കെ ആൾ കൂടി തുടങ്ങി, ഗ്രാമീണരാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടി പറയുന്നു പുണ്ണ് പൊട്ടിയതാണെന്ന് പറഞ്ഞു, കാലിലൊരു പുണ്ണുണ്ടായിരുന്നു, അതിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു 200 രൂപ കൊടുത്തപ്പോഴത്തന്നെ അവർ ഹാപ്പിയായി. അതാണ് ഇതിൻ്റെ ഈ കഥയുടെ മറ്റൊരു സ്വാധീനം ഇതാണ്. ഈ 2 സംഭവങ്ങൾ ചേർത്താണ് ആ കഥയായത്. മലയാളത്തിൻ്റെ ജാനുവരിയുടെ എഴുത്തിൻ്റെ സിനിമയുടെ നഷ്ടമായ P. പത്മരാജൻ മരണമടഞ്ഞിട്ട് ഇന്നേക്ക് 34 വർഷമായി. ഇന്നേ ദിവസം രാവിലെ ആയിരുന്നു മരണം. അദ്ദേഹത്തെ 23-നായിരുന്നു. പക്ഷെ അത് പത്രങ്ങളിൽ അടിച്ചു വരുന്ന ഈ പറയുന്ന 25-ാം തീയതിയാണ്. കോഴിക്കോടാണത് ഏറ്റുവാങ്ങുന്നതും. മരണം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു 10 നിമിഷം DC ഈ ഓഡിയൻസിനെ ഒന്ന് എണീപ്പിച്ച് നിർത്തുമോ എന്ന് അപേക്ഷിക്കുകയാണ്.
നന്ദി. സാറ് പറഞ്ഞു പീന്ന് വെക്കാത്തത് അച്ഛന് ചീത്തപ്പേരുണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്ന്. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ അനന്തപത്മനാഭൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് അറിയുന്നുണ്ടല്ലോ, അത് മതി. ഇപ്പൊ ഈ കണ്ടിരിക്കുമ്പോഴും കൂടി ബാക്ക് ഡ്രോപ്പിൽ അച്ഛനെ ഇതുപോലൊന്നുമല്ല, പുള്ളി ഭയങ്കര സുന്ദരനായിരുന്നു. അല്ല ചായയല്ല ഞാൻ പറയണേ, വർത്തമാനോ ശബ്ദത്തിന് കുറച്ചും കൂടി മുഴക്കണ്ടായിരുന്നു എന്നറിയാം. എല്ലാം വ്യത്യാസം. പക്ഷെ നമ്മള് അത് കാണുന്നുണ്ട്. എന്തായാലും നമുക്കതൊരു അതിലൊരു ചീത്തപ്പേരൊന്നും എന്തായാലും വരുന്നതായിട്ട് ചോദ്യത്തിലേക്ക് കടന്നാൽ കൊള്ളായിരുന്നു. ചോദ്യം അല്ല, ചോദ്യമല്ല, ഞാൻ പറഞ്ഞതാ. ഇങ്ങനെ പി എന്നുള്ള അത് വെച്ചില്ലെങ്കിലും കൂടി ഒരു തലമുറയ്ക്ക് അത് എപ്പോഴും റിലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ വേറെ അനന്തപത്മനാഭന്മാരുണ്ടാവുമായിരിക്കാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്ല, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. വേറെ വന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. അത് അഹങ്കാരമാണെങ്കിൽ പോവും നമുക്കത്. പറഞ്ഞു എന്ന് മാത്രം. സമയം അവസാനിച്ചു. അവിടെ അടുത്തൊരു വേദിയെ നമുക്ക് ഈ ചർച്ച വീണ്ടും തുടരാം എന്ന് വിചാരിക്കുക.